നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. പാലക്കാട് നെന്മാറയിലെ കൊലപാതകം ഇന്നലെ നടക്കുകയുണ്ടായി. അതില് പ്രതി ചെന്താമര ഇപ്പോഴും ഒളിവിലാണ്. അതിദാരുണമായ ഒരു സംഭവം കേട്ടിട്ടാണ് കേരളക്കാർ അത്രയധികം തെറ്റിപ്പോയൊരു കാര്യമായിരുന്നു. ഇപ്പോഴും ആ പ്രതിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതും ഇരട്ട കൊലപാതകം ചെയ്തിട്ട് ആള് ഒളിവിൽ പോയിരിക്കുകയാണ്. ശരിക്കും അതിന്റെ കാരണങ്ങളാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. അതെ, എന്തായിരുന്നു പ്രതി ഈ ഒരു കൊലപാതകങ്ങൾ ചെയ്യാനുള്ള കാരണം എന്തെന്ന്? ആരാണ് ചെന്താമര? എന്തായിരുന്നു ഈ കൊലപാതകത്തിന് അദ്ദേഹത്തിന്റെ പങ്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു കൊലപാതകം ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് കണ്ടിട്ട് വരാം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയെ പ്രതി ചെന്താമര കൊലപ്പെടുത്തിയത് കൂടോത്രം ചെയ്തുവെന്ന സംശയത്തെ തുടർന്നാണ്. ചെന്താമര അന്ധവിശ്വാസത്തിന് അടിമയാണ്. കുറച്ചു പൈസ കയ്യിൽ കിട്ടിയാൽ പോലും ചെന്താമര അതുപയോഗിച്ച് മന്ത്രവാദത്തിനും അതുപോലെ തന്നെ അന്ധവിശ്വാസത്തിനും ഏർപ്പെടുമായിരുന്നു. ഏതെങ്കിലും ജ്യോത്സ്യൻ എന്തെങ്കിലും ചെയ്യണമെന്നോ അമ്പലങ്ങളിൽ പോകണമെന്നോ പറഞ്ഞാൽ ഭാര്യയുടെയും മറ്റും സ്വർണ്ണമിട്ടിട്ട് ചെന്താമര അത് ചെയ്യാറുണ്ട്. ചെന്താമര ആരെയെങ്കിലും കൊല്ലുമെന്ന് ഭീതി നാട്ടുകാർക്കുണ്ടായിരുന്നു. ഇത് പോലീസിനെയും അറിയിച്ചതിനെ തുടർന്ന് ചെന്താമരയ്ക്ക് പക കൂടി. ഈ പകയാണ് വീണ്ടും പോത്തുണ്ടിയെ ഞെട്ടിക്കുന്ന കൊലയായി മാറ്റുന്നത്. കൊലപാതകയ്ക്ക് ജാമ്യം കിട്ടിയതാണ് ഇതിനെല്ലാം വഴിയൊരുക്കിയത്. സുധാകരന്റെ ഭാര്യ സജിതയെ പ്രതിയായ ചെന്താമര നേരത്തെ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. സുധാകരൻ തിരുപ്പൂരിൽ ജോലി സ്ഥലത്തും മക്കൾ സ്കൂളിലും പോയ സമയത്തായിരുന്നു 2019 സജിതയെ ചെന്താമരൻ വെട്ടിക്കൊന്നത്. ഭാര്യയും കുട്ടിയുമായി പിരിഞ്ഞു കഴിയുന്ന പ്രതി കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം സജിത ഉൾപ്പെടെയുള്ള അയൽവാസികളാണ് എന്ന ധാരണയിലുള്ള വൈരാഗ്യത്തിലാണ് സ്ഥലത്ത് ആളുകളൊന്നും ഇല്ലാത്ത സമയം നോക്കി സജിതയുടെ വീട്ടിലെത്തി കൊലപാതകം നടത്തിയത്. അന്വേഷണത്തിൽ തെളിവുകളും നാട്ടുകാരുടെ മൊഴികളും പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. അങ്ങനെയാണ് ചെന്താമര കുടുങ്ങുന്നത്. സംഭവ സ്ഥലത്തു നിന്നും കടന്നു കളഞ്ഞ പ്രതിക്ക് വേണ്ടി പോത്തുണ്ടിയുടെ പരിസര പ്രദേശങ്ങളിലും സമീപത്തെ മലകളിലും വനത്തിലും പോലീസ് സംഘങ്ങളായി തിരിഞ്ഞ് നാട്ടുകാരുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തിയാണ് കണ്ടെത്തിയത്. 2019 നടന്ന കേസിൽ ചെന്താമര ജയിലിലായിരുന്നു. ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് ഇപ്പോൾ സുധാകരനെയും അമ്മയും കൊലപ്പെടുത്തിയത്. ജയിലിൽ പോകുമ്പോൾ തന്നെ പലവിധ ഭീഷണി ഇയാൾ ഉയർത്തിയിരുന്നു. അറസ്റ്റിലായ ശേഷമാണ് നാട്ടിൽ ഭീതിയുണ്ടായത്. ഈ കുടുംബത്തെ വകവരുത്തുമെന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ചെന്താമര പറഞ്ഞിരുന്നു. നാട്ടുകാർ ഒപ്പിട്ട നിവേദനം പോലീസിനും പഞ്ചായത്തിനും നൽകിയെങ്കിലും പോലീസ് നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല. അന്ധവിശ്വാസത്തിന്റെ പുറകില് ഒരു കൊലപാതകം, ഒന്നല്ല രണ്ടല്ല 3 കൊലപാതകങ്ങള്, അതും ഒരു ജ്യോത്സ്യന്റെ വാക്ക് കേട്ട് ഒരു കുടുംബത്തിലെ 3 പേരെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇപ്പൊ മക്കളെ അനാഥരാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോ ഈ വാർത്തകൾ കണ്ടിരുന്നു. അവരെല്ലാം കരയുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ആർക്കും അത് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു അത്. ശരിക്കും കാരണം അവർക്കിനി തുണയെന്ന് പറയാൻ ആരുമില്ല. അച്ഛനും പോയി, അമ്മയും പോയി. നമ്മൾ ഫസ്റ്റിലെ കണ്ടതുപോലെ തന്നെ തുടക്കം 2019 സജിത എന്ന് പറയുന്ന അവരുടെ അമ്മേനെയാണ് ആദ്യം ചെന്താമര കൊലപ്പെടുത്തുന്നത്. അതും ദുർമന്ത്രവാദത്തിന്റെ പേരിൽ. ജോത്സ്യൻ പറയാണ്, നിങ്ങളുടെ ഭാര്യ പിണങ്ങിപ്പോയതിന് കാരണം, അല്ലെങ്കിൽ വേർപിരിയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ അയൽവാസികളായിട്ടുള്ളവർ കൂടോത്രം ചെയ്തിട്ടാണ്, അതും പ്രത്യേകിച്ച് മുടി നീട്ടി വളർത്തിയ സ്ത്രീ കൂടോത്രം ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ചെന്താമര എന്ത് ചെയ്യുന്നു? മുടി നീട്ടി വളർത്തിയ ആൾക്കാരെ കാണുമ്പോൾ ആൾക്കൊരു പകയുണ്ടാവുകയാണ്. ഇവരായിരിക്കാം കൂടോത്രം ചെയ്തത്. എടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ വീടിന് എതിർവശം താമസിക്കുന്ന മുടി നീട്ടി വളർത്തിയ അവരാണ് ഇതിനൊക്കെ പിന്നിലെന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഇദ്ദേഹം ഇങ്ങനെ ഇവരെ കൊല്ലാനുള്ള ഒരു പ്ലാൻ ഇടുന്നത്. ശരിക്കും സ്കെച്ച് ചെയ്തിട്ടാണ് ഇവരുടെ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അദ്ദേഹം. അതെ. അപ്പോൾ അങ്ങനെ അത്രയും പ്ലാനിങ് നടത്തിയിട്ട് അതുപോലെ തന്നെ ഇവരുടെ എല്ലായിടത്തും ഭയങ്കര ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാം പോയി പറയുകയും ചെയ്തിട്ടുണ്ട്, അടുത്ത നിങ്ങളെ കൊല്ലും അല്ലെങ്കിൽ കൊലപ്പെടുത്തും, ആ ഒരു കൊടുവാളൊക്കെ കാണിച്ചിട്ട് അത്തരത്തിലുള്ള ഒരു ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വാസികളെയും ഇദ്ദേഹം ഇങ്ങനെ ഭീഷണിപ്പെടുത്താറുണ്ട്. അതിനെ തുടർന്ന് ഇവര് ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനുകളിൽ ഒരുപാട് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നീട് നടപടിയൊന്നും എടുത്തിട്ടില്ല. പോലീസ് വരും, ഇയാളെ ചോദ്യം ചെയ്യും, പിന്നെ കൊണ്ടുപോകും, എന്നിട്ട് തിരിച്ചു വരും. അദ്ദേഹം അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഡ്രസ്സ് വല്ലതും എടുക്കണോ, തമാശ രീതിയിൽ അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഡ്രസ്സ് വല്ലതും. അദ്ദേഹത്തിന് അതൊക്കെ ഒരു നിസ്സാരമായ ഒരു കാര്യം എന്ന നിലയ്ക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസത്തിന്റെ മേലെ അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന
ചില പരാക്രമങ്ങൾ എന്ന് തന്നെ പറയാം. ഒരു മാനസിക രോഗി എന്ന പോലെയുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം അതാണ് ശരിക്കും പറഞ്ഞ ഇദ്ദേഹത്തിന്റെ കുടുംബം രണ്ടായി മാറാനുള്ള ഒരു കാരണം. അദ്ദേഹത്തിന്റെ വൈഫും അതുപോലെ മകളും കൂടെ അവിടുന്ന് പിരിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള സാഹചര്യം ഉണ്ടായത് ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം കൊണ്ടാണ്. ഇദ്ദേഹം ഇങ്ങനെ പൂജകളും അതുപോലെ പരിഹാര ക്രിയകള്, മന്ത്രവാദങ്ങള് ഇതിനോടൊക്കെ ഒരുപാട് ഭ്രമമുള്ളൊരു മനുഷ്യനായിരുന്നു ഈ ചെന്താമര എന്ന് പറയുന്ന. അതുപോലെ തന്നെ ഇയാൾ ആ ഒരു അധികമായിട്ട് വിശ്വസിച്ചിട്ട് കയ്യിലൊക്കെ ചരട് കെട്ടി അല്ലെങ്കിൽ കഴുത്തില് ജപമാലയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് അത് നാട്ടുകാരെ കാണിച്ചിട്ട് ഞാൻ സേഫാണ്, നിങ്ങൾ എന്ത് ചെയ്താലും സേഫാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് അവരിൽ കാണിക്കുകയും ചെയ്യും, പ്രകടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോ നാട്ടുകാർക്കെല്ലാം ഇദ്ദേഹത്തിന് പേടിയാണ്, ഈ ചെന്താമര എന്ന് പറയുന്ന ഒരു വ്യക്തിനെ പേടിയാണ്. കാരണം എന്താ ഇപ്പോഴാ ചെയ്യുമെന്ന് പറയാൻ പറ്റാത്തൊരു ക്യാരക്ടർ. അതുപോലെ തന്നെ ആള് ഭയങ്കര സൈലന്റ് ആയിരുന്നു എന്നും പറയപ്പെടുന്നു. കാരണം ആൾക്ക് ചുറ്റുവട്ടമുള്ള ആൾക്കാരെ ആരെയും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് സ്ത്രീകളെ ഇഷ്ടമല്ല. അവര് ഭാര്യനെ വേർപിരിയാനുള്ള ഒരു കാരണമാക്കിയായിട്ടാണ് മറ്റുള്ള അയൽവാസികളെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകളും ഇവരും എന്നാണ് എടുത്തു പറയുന്നത്. അവര് കാരണമാണ് എന്റെ കുടുംബം ഇങ്ങനെ ആയത്, ഇവര് കൂടോത്രം ചെയ്തിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എനിക്ക് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വിശ്വസിച്ച് ഇപ്പോഴും മുമ്പോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. നമ്മള് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, ഇങ്ങനെ ഓരോ കേസുകൾ വരുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമുക്കിടയിലും സംഭവിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ വിശ്വാസങ്ങളെ വിശ്വാസം വേണം, പക്ഷെ ഇത് വിശ്വാസം എന്നതിന് അപ്പുറത്തേക്ക് അന്ധവിശ്വാസത്തിലേക്ക് മാറുകയും പിന്നീട് അത് 2-3 പേരുടെ ജീവൻ എടുക്കുന്ന രീതിയിലോട്ട് മാറുന്ന ഒരു അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരാളുടെ ഒരു ജ്യോത്സ്യന്റെ വാക്ക് കേട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നിട്ട്. നമ്മളിപ്പോ ഓരോ കേസ് വരുമ്പോഴും ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ വരുമ്പോ ഇപ്പൊ പത്തനംതിട്ടയിലെ നരബലി ആയാലും അത് വന്നു കഴിഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞു, ഇനി എല്ലാവരും വേറെ രീതിയിൽ ചിന്തിക്കും, ഇതെല്ലാം ചില സ്ഥലങ്ങളിൽ മാത്രം നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ എന്നൊക്കെ വിചാരിക്കും, അതോടെ കഴിയുമെന്ന് വിചാരിക്കും. അതിനുശേഷം നമ്മൾ അറിയാതെ നടക്കുന്ന, അതായത് നമ്മൾ അറിയാതെ തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലായ വിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വിശ്വാസത്തെ എന്ന് പറയുമ്പോൾ വിശ്വാസത്തെ മുതലെടുത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം കപട ജ്യോത്സ്യന്മാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. ഈ എന്താ പറയാ, നമ്മൾ ശരിക്കും വിവാഹത്തിനൊക്കെ എടുത്ത് പറയുമ്പോൾ മുഹൂർത്തം നോക്കുക, അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പാരമ്പര്യമായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ നാളുകൾ തമ്മിൽ ചേരില്ലയോ, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. നാളെ നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നത്, പിന്നീട് അവരുടെ ജീവിതം എങ്ങനെയാവും എന്നുള്ളത് ഈ ജ്യോത്സ്യനാണ് നിശ്ചയിക്കുന്നത്. ഈ ജ്യോത്സ്യൻ പറയുന്നതനുസരിച്ചിട്ടാണ് ഒരാളുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇപ്പോഴും എടുത്തു മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്കാണ് ഇങ്ങനെ സ്വന്തം ഭാര്യയുടെ സ്വർണം വരെ പണയം വെച്ച് കിട്ടുന്ന പൈസ മുഴുവൻ ഈ മന്ത്രവാദത്തിന് വേണ്ടി ചെലവാക്കുന്ന ഈ ചെന്താമരയെ പോലുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുള്ളത്. ശരിക്കും ഒരു ചിന്താമരയല്ല, ഇതുപോലുള്ള ഒരുപാട് പേരുണ്ടാവും, നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. അപ്പോ അവരൊക്കെ ഇതുപോലെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് വലിയ കേസാവുകയും നമ്മൾ ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ കപട മന്ത്രവാദത്തെ ആയാലും കൂടോത്രത്തിനെ കുറിച്ചിട്ടായാലും അന്ധവിശ്വാസങ്ങളെ കുറിച്ചിട്ടായാലും നമ്മൾ പുറം ലോകം അറിയുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിലൊരു വാള് എപ്പോഴും ഉണ്ടാവാറുണ്ടെന്ന് പറയാറുണ്ട്. അടുത്തുള്ള അയൽപ്പക്കാരെല്ലാരും പ്രദേശവാസികളും എടുത്ത് പറയാറുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു വാളുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം പേടി കാരണം ഇവര് പോലീസിനകത്ത് കാര്യം ബോധിപ്പിക്കണ്ടായി. ആ സമയത്താണ് ഈ ചെന്താമരയ്ക്ക് കൂടുതൽ പക വരുന്നത്. ഇങ്ങനെ ഒരു പരാതി കൊടുത്തു എന്നതിൽ കൂടുതൽ പക വരികയും പിന്നീട് ഇവര് പല പ്രാവശ്യവും ഇവരെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ ഈ 2019 ആദ്യത്തെ സജിതേനെ കൊലപ്പെടുത്തിയതിനു ശേഷം 5 വർഷം അയാൾ ജയിലിലായിരുന്നു. അതിനുശേഷമാണ് ഈ ഇടയ്ക്ക് ആള് ജാമ്യത്തിൽ ഇറങ്ങിയത്. ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം, അതായത് ജാമ്യം കിട്ടുന്നതിന് മുന്നേ തന്നെ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാട്ടുകാരായിട്ടുള്ള കുറെ പേരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഞാൻ അടുത്തത് കൊലപ്പെടുത്തി പോകുന്നത് നിങ്ങളെയാണ്. ഭീഷണിപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ജയിലിലോട്ട് പോകുന്നത്. അതെ. അപ്പൊ തിരിച്ചിറങ്ങുമ്പോ നമ്മൾ വിചാരിക്കുക എന്തെങ്കിലും കുറ്റം ചെയ്ത് പോയതാണല്ലോ, അപ്പൊ ജയിലിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും ഒരു ശരിക്കും പറഞ്ഞാൽ ഈ കുറ്റം ചെയ്തിട്ട് ഇത്രയും കാലം ജയിലിൽ അടയ്ക്കുന്നത് കൊണ്ട് ഒരു കാര്യം വിചാരിക്കുന്നത് വെച്ചാൽ ഇവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാനുള്ള ഒരിടം കൂടിയാണ് ഈ ജയിലെന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതൊന്നും നടക്കാതെ പിന്നീട് അദ്ദേഹം പിന്നെ തിരിച്ചു വരികയും ഇതേ പക മനസ്സിൽ മാറ്റി വെച്ചിട്ട് സെയിം കാര്യത്തിന് വീണ്ടും ഒരു കൊലപാതകം, അത് ഒരാളല്ല 2 പേര്, ഒരു കുടുംബത്തിലെ തന്നെ 2 പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അതും എന്താ പറയാ, ശരിക്കും കഴുത്തിനായിരുന്നു അദ്ദേഹം എപ്പോഴും വെട്ട് കൊണ്ടിരുന്നത്, കഴുത്തിനായിരുന്നു എന്ന് പറയുന്നുണ്ട്. 2 കയ്യിലും കാലിലും കഴുത്തിലും അങ്ങനെ മുറിവുണ്ടായിരുന്നു.
അല്ലെ കൈപ്പത്തി, അതായത് ഒരാളുടെ കൈപ്പത്തി മുറിഞ്ഞു പോയൊരവസ്ഥ, ഫുള്ളായിട്ട് മുറിഞ്ഞു പോയൊരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ കഴുത്തിനേറ്റ ക്ഷതമാണ് ഏറ്റവും കൂടുതൽ മരണകാരണമായിട്ട് പറയുന്നത്. രണ്ട് കേസ് എടുക്കുകയാണെങ്കിലും അതിൽ മരണകാരണം കഴുത്തിനേറ്റ മുറിവായിരുന്നു. അതായത് ആ കൊടുവാള് കൊണ്ട് അത്രയും ശക്തിയിലാണ് ആള് പ്രഹരം ഏൽപ്പിക്കുക എന്നതാണ്. ശരിക്കും ഒരു പ്ലാൻ മർഡർ ആയിരുന്നു ശരിക്കും ഇത്. കാരണം വീട്ടിലാരും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരുന്നു ആദ്യത്തെ കൊലപാതകം. മക്കള് സ്കൂളിലോട്ട് പോയ സമയത്തും പിന്നെ ഭർത്താവ് ജോലിക്ക് പോയ സമയം നോക്കി അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടാണ് ഈ സ്ത്രീയെ കൊലപ്പെടുത്തുന്നത്. പിന്നെയുള്ള 2 കൊലപാതകങ്ങളാണ് ഇന്നലെ സംഭവിച്ചത്. ഓക്കെ, പക്ഷെ ആ കുട്ടികൾ ഇപ്പോ അവരും ആ ഒരു ടെൻഷനിലാണ്. ഇനി വീണ്ടും കൊലപ്പെടുത്തുകയാണെങ്കിൽ ഇയാൾക്ക് ഈ സെയിം ശിക്ഷ തന്നെ കിട്ടത്തോളൂ. അതെ, അവരുടെ മകള് മാധ്യമങ്ങളടുത്ത് കരഞ്ഞു പറയുന്നുണ്ട്, എന്നെയും കൂടെ കൊന്നിട്ട് പോവാൻ പറയൂ, ഇനി ഞാനായിട്ട് എന്തിനാണ് ഇവിടെ ബാക്കിയായി നിൽക്കുന്നത്, വേണ്ടപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ഒരു മുൻകരുതൽ ഇവർ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. ഡിസംബറിൽ ഈ അച്ഛനായ സുധാകരനും മകളും കൂടിയിട്ട് ഡിസംബറിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് വധഭീഷണിയുണ്ട്, ഇയാളിൽ നിന്ന് തന്നെയാണ് വധഭീഷണി ഉള്ളത്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം, സുരക്ഷിതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പോലീസ് അതിൽ യാതൊരു വിധത്തിലുള്ള ഒരു ആക്ഷനും എടുത്തിട്ടില്ല എന്നത് ഗുരുതരമായ ഒരു വീഴ്ചയാണ്. ആ ഒരു ഗുരുതരമായ വീഴ്ച കാരണമാണ് ഇപ്പൊ 2 പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത്, ആ ഒരു കുടുംബം അനാഥമാവാൻ കാരണമായത്. ഇതേ ചോദ്യം നമ്മൾ പോലീസിന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ അവർ നൽകിയ ഇങ്ങനെയായിരുന്നു, ഈ ആൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കുറ്റം ചെയ്ത് ഇദ്ദേഹത്തിന് ശിക്ഷ കൊടുത്തതാണ്, കോടതി ശിക്ഷ കൊടുത്തതാണ്, ഇനി ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, അദ്ദേഹത്തിന് 5 വർഷം അദ്ദേഹം കടന്നു, ഇനി ഇതിൽ കൂടുതൽ ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, കിട്ടേണ്ടത് കിട്ടിയില്ലേ, ഇങ്ങനെയും മാനസികമായിട്ടൊരു വിഭ്രാന്തി കാണിക്കുന്ന ഒരു മനുഷ്യനെ എന്ത് വിശ്വസിച്ചാണ് ഈ പോലീസ് സമൂഹത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വിട്ടത്, എന്തിനാണ് അദ്ദേഹത്തിന് ഒരു പരോൾ അനുവദിച്ചത് എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. പക്ഷേ നമ്മൾ വെറുതെ അങ്ങ് കൊണ്ടിടുക, അതൊരു ട്രഡീഷൻ പോലെ അങ്ങ് പോവല്ലോ വേണ്ടത്. ജയിലിൽ കിടക്കുകയാണെങ്കിൽ ആ കുറ്റം അയാൾക്ക് മനസ്സിലായി അതിൽ നിന്ന് അയാൾക്ക് ഒരു മോചനം ഉണ്ടാവണം, അല്ലേ? പിന്നെ ഇനി ഒരു കൊലപാതകം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യവും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ അയാൾ അത് മാറിയിരിക്കണം. അങ്ങനെ ഒരു മാനസാന്തരം ഉണ്ടാവുന്നവരെ മാത്രമേ ജയിലിന് പുറത്തേക്ക് വിടാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കേസിൽ വേറൊരു കാര്യം എന്ന് വെച്ചാല് എവിടെയും ആ ജോൽസിനെ കുറിച്ചോ അയാളെ പിടിച്ചു അയാൾക്കെതിരെ നടപടികളോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അതെ അതെ, ശരിക്കും ചെന്താമര അല്ല ഇവിടുത്തെ 1-ാം പ്രതി, ഈ ജോൾസിൻ തന്നെയാണ് 1-ാം പ്രതി. കാരണം അയാളാണ് ഇതിനൊരു തുടക്കം കുറിച്ചിരിക്കുന്നത്. അയാൾ അങ്ങനെ ഒരു കാര്യം പറയലായിരുന്നുവെങ്കിൽ മേ ബി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. ഈ ജോത്സ്യന്മാരെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഭാവി അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു തന്നി, കൂടോത്രം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്താനുള്ള അത്രയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇയാൾ ഈ ജോത്സ്യൻ പറഞ്ഞത്, ചെന്താമരയോട് പറഞ്ഞത് മുടി നീട്ടി വളർത്തിയ സ്ത്രീ ആയിരിക്കുന്നതാണ്. 99% സ്ത്രീകൾ നീട്ടി വളർത്തിയവരാണ്. അപ്പൊ അയാള് തിരഞ്ഞെടുക്കുക ഈ എല്ലാവരെയും കൊല്ലണം എന്നുള്ളൊരു ആ ഒരു രീതിയിലേക്ക് അയാൾ മാറുമോ? കാരണം അയാളൊരു സൈക്കോയും കൂടി ആയതുകൊണ്ട് അയാളുടെ കുറെ ചിന്തയുണ്ട്. ചിലപ്പം എന്റെ ഭാര്യയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ആൾക്കാരായിരിക്കാം, അതിലും മുടി നീട്ടി വളർത്തിയവർ എന്ന് പറഞ്ഞാൽ അയാൾ കുറെ സോർട്ട് ചെയ്തിട്ടാണ് കുറച്ചുപേരെ അയാൾ സെലക്ട് ചെയ്യുകയും പിന്നീട് അവരെ കൊലപ്പെടുത്തുകയും ചെയ്തത്. അതായത് ഭയങ്കര ഒരു പ്ലാനിങ് നടത്തി കൊലപാതകം ചെയ്തിരിക്കുന്നു. എന്നിട്ട് കൊലപാതകത്തിന് ശേഷം ഇദ്ദേഹം സ്ഥലത്ത് നിന്ന് മുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇതുവരെ അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റിയിട്ടില്ല. ആദ്യത്തെ കൊലപാതകം സജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇതുപോലെ തന്നെ ആയിരുന്നു. ആ കാട്ടിലേക്ക്, നെല്ലിയാമ്പതി കാട്ടിലേക്ക് ഓടിക്കയറുകയും പിന്നെ അയാൾക്ക് അവിടെ ഒരു സേഫ് സോൺ ഉണ്ട്. അങ്ങനെ അവിടെ 4 ദിവസം നിന്നതിന് ശേഷം 4ാമത്തെ ദിവസം നാട്ടുകാരുടെ എല്ലാം നേതൃത്വത്തിന് നിർത്തിയിട്ട് അവർ തെരച്ചിൽ നടത്തിയതിനു ശേഷമാണ് ഇവർക്ക് ഈ പ്രതിയെ പിടികൂടിയത്. അതെ അതെ. അപ്പൊ ഇപ്പോഴായാലും ഇന്നലത്തെ ആ കൊലപാതകത്തിന് ശേഷം ആള് മിസ്സിംഗ് ആണ്. എന്തായാലും തീർച്ചയായും ആ കാടിനുള്ളിൽ തന്നെ ഉണ്ടാവും. അതൊരു വലിയൊരു കാടാണ്. അതിൽ എവിടെ നിന്നും പറഞ്ഞാണ് തപ്പുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു എലമെന്റ് ആണ്. പക്ഷെ ആളെ കിട്ടും, അത് കിട്ടാതെ എവിടെയും പോവില്ല. പക്ഷെ കിട്ടുകയാണെങ്കിൽ വെറുതെ 5 ദിവസത്തേക്കോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ അല്ലെങ്കിൽ 5 വർഷം 6 വർഷം അങ്ങനെയൊക്കെ വെറുതെ ഒരു കണക്കിട്ട് ചെയ്യാതെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നടപടി തന്നെ. ആൾ ഇനി ഒരു കൊലപാതകവും ചെയ്യരുത്. അദ്ദേഹത്തിന്റെ മാനസിക നിലയും കൂടെ കണക്കെടുത്തിട്ട് വേണമായിരുന്നു ശിക്ഷ കൊടുക്കേണ്ടിയിരുന്നത്. കാരണം എനിക്ക് തോന്നി ഈ ഇങ്ങനെയുള്ള കേസുകൾക്കാണ് വധശിക്ഷയൊക്കെ നൽകേണ്ടത്. അതെന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല? ഇവർക്കൊക്കെ അത് കൊടുക്കണം, അവരത് അർഹിക്കുന്നുണ്ട്.
വേണ്ട നടപടികളൊന്നും സ്വീകരിക്കാതെ സർക്കാർ എന്തോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മട്ടില് ഓരോ നിയമത്തിനും ഓരോ റൂള് വെക്കുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്തും വിശ്വസിച്ച് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത്. നാളെ ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽപക്കത്തുള്ളവർ ഇങ്ങനെ ജോലിസിനെ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല. ശരിക്കും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ പോലീസ് കാണിച്ചൊരു അനാസ്ഥ ഉണ്ടല്ലോ. നമ്മള് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം ഉള്ളത്. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറി നമ്മൾ ധൈര്യമായി നമ്മുടെ പരാതികൾ പോയി പറയുകയും അവരതിനൊരു പരിഹാരം കാണും, അവർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട്. പക്ഷെ ആ ഉറപ്പുകളൊക്കെ ഇല്ലാതാക്കുന്നത് ഇങ്ങനെ ഓരോ കേസുകൾ കേൾക്കുമ്പോഴാണ്. ആ കുട്ടി അതിൽ എടുത്തു പറയുന്നത് ഞാനൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഞങ്ങൾ പാവങ്ങളായതുകൊണ്ടല്ലേ ഞങ്ങളുടെ കണ്ണീരിന് വിലയില്ലാത്തത്. ഇത് എടുത്തു പറയുന്നുണ്ട്. ഇതിനു മുമ്പ് അല്ലെ ഈ ഒരു സെയിം സാഹചര്യത്തിൽ വല്ല സെലിബ്രിറ്റി എങ്ങാനും ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ വേറെ വല്ല ഉന്നത പദവിയിലിരിക്കുന്ന ആരാണെങ്കിലും പോലീസ് ചിലപ്പോ ഒരു വധഭീഷണി മുഴക്കിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും എന്തൊക്കെ പ്രൊട്ടക്ഷൻസ് അവര് കൊടുക്കുന്നത്, എന്തൊക്കെ നിയമങ്ങളാ അപ്പൊ ഇല്ലാത്തത്. ചിലപ്പോ എന്താ കേസ് എന്താന്ന് പോലും അറിയാതെ ചിലപ്പോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ആ ഒരു അവസ്ഥ, അങ്ങനെ ഒരു നടപടി നമുക്ക് സാധാരണക്കാർക്കും കിട്ടുന്നില്ല. അത് തന്നെയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ ഈ രണ്ട് കൊലപാതകങ്ങൾക്കും കാരണം ശരിക്കും പോലീസിന്റെ അനാസ്ഥയാണ്. അവര് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടുപേരുടെ ജീവനെങ്കിലും നമുക്ക് രക്ഷിക്കാമായിരുന്നു. ഇത് പ്രദേശവാസികളടക്കം എന്ന് പറയുമ്പോ ഒന്നോ രണ്ടോ ചിലപ്പോ പോലീസിന് തോന്നിയേക്കാം വ്യക്തി വൈരാഗ്യം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ കുട്ടിയുടെ അമ്മയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഇതിനു മുമ്പ് കൊന്നത് കൊണ്ട് അതിന്റെ വൈരാഗ്യം തീർക്കാൻ ഇവര് ചെയ്യുന്നതായിരിക്കാം എന്ന് പോലീസിന് വേണമെങ്കിൽ കരുതാം. പക്ഷെ ഒരു കൂട്ടം പേര് ആ പ്രദേശവാസികൾ മുഴുവനും ഇയാൾക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ, ഇയാൾക്കെതിരെ പരാതികൾ കൊടുക്കുമ്പോൾ അത് എന്തുകൊണ്ട് പോലീസ് ശ്രദ്ധിച്ചില്ല? അയാളെ പേടിയാണ് ആ നാട്ടുകാർക്ക്. എന്നിട്ട് കൂടി അതൊന്ന് കേസ് എടുത്തില്ല എന്ന് പറയുന്ന വലിയൊരു അദ്ദേഹത്തിന്റെ മനോനില എടുത്ത് പറയേണ്ട കാര്യം വെച്ചാല് അദ്ദേഹത്തിന്റെ വീടിന് നേരെ ഒരാൾ നോക്കുകയോ അല്ലെങ്കിൽ ഒരു നല്ല വസ്ത്രമിട്ട് അദ്ദേഹത്തിന്റെ വീടിന്റെ മുൻപിലൂടെ പോവുകയോ ചെയ്യുമ്പോൾ ഇദ്ദേഹം കാണിക്കുന്ന ഒരു പരിഭ്രാന്തി അല്ലെങ്കിൽ ഒരു എന്താ പറയാ സൈക്കോ ആയിട്ടുള്ള ഒരു ബിഹേവിയർ, അത് എല്ലാവരും പറയുന്നുണ്ട്. പേടിയാണ് അദ്ദേഹത്തെ ആ ഭാഗത്തേക്ക് നോക്കാൻ പേടിയാണ്. ഇങ്ങനെ ഒരാള് അവിടെ ആ പ്രദേശത്ത് ഉള്ളത് എന്തുകൊണ്ട് പോലീസ് കൂടുതലായിട്ട് ഗൗരവത്തോടെ കണ്ടില്ല? അതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോ ഏറ്റവും അടുത്ത് കിട്ടിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ ചെന്താമരയുടെ ഫോൺ ഒരു സിം കാർഡ് ആക്റ്റീവായി എന്നതാണ്. അത് കോഴിക്കോട് തിരുവമ്പാടിയിൽ നിന്നാണ് ആക്റ്റീവ് ആയത്. പക്ഷെ ആളെ ട്രേസ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. ആള് കോഴിക്കോട് മുന്നേ കോറിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പോലീസ് അന്വേഷണങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ടായിരുന്നു, അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പക്ഷെ ആളെ ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഉടനെ തന്നെ ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ. കാരണം ലഭിച്ച് നല്ല അർഹമായിട്ടുള്ള ഒരു ശിക്ഷയും ലഭിക്കണം. എങ്കിൽ മാത്രമേ ആ പ്രദേശവാസികൾക്ക് സമാധാനമായി ഇന്ന് കിടന്നുറങ്ങാനും അല്ലെങ്കിൽ കുടുംബത്തിന് മകൾക്ക് എല്ലാവർക്കും ഒരു നീതി ലഭിക്കണമല്ലോ. ശരിക്കും പറഞ്ഞാല് ഇതിപ്പോ എന്താ രണ്ടുപേരും മരിച്ചു എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഇനി തുടർന്ന് ജീവിക്കേണ്ടതാണ്. എല്ലാ പ്രതീക്ഷകളും എല്ലാം അടഞ്ഞുപോയി. പക്ഷെ ഇനിയും ഒരു ജീവിതം മുമ്പിലുണ്ട്. അത് ജീവിച്ചതല്ലേ തീരുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു അവിടെയുള്ള ഒരു അയൽവാസിയുടെ ബൈറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ചെന്താമര അന്നൊരിക്കൽ അയൽവാസിയോട് സംസാരിച്ചത്, ഇന്നലെ വൈകിട്ടോ അതോ അതിന് മുന്നെയോ വൈകുന്നേരമായിട്ട് സംസാരിച്ചത് ഇത്തരത്തിലായിരുന്നു. എന്ന് വെച്ചാൽ ഒരു കൊലപാതകം കഴിഞ്ഞു, എനിക്ക് ഒരു ശിക്ഷ കിട്ടി, ഇനിയും കൊലപാതകം ചെയ്താലും ആ ഒരു ശിക്ഷ തന്നെയല്ലേ കിട്ടുകയുള്ളൂ. കാരണം നമ്മുടെ നിയമവ്യവസ്ഥയെ കണ്ടിരിക്കുന്ന അങ്ങനെയാണ്. ചെന്താമരയുടെ മനസ്സിൽ അങ്ങനെയാണ്. മേ ബി അത് ആരെങ്കിലും അയാൾ പറഞ്ഞങ്ങനെ ഫോം ചെയ്ത് വെച്ചേക്കുന്നതാണോ എന്നറിയില്ല. എങ്കിൽ പോലും ചിലപ്പോ അയാൾക്ക് തന്നെ അത് തോന്നിയിട്ടുണ്ടാവും, ഇനി ചെയ്താലും എനിക്ക് 5 വർഷം തന്നെ, അല്ലെങ്കിൽ 6 വർഷം 7 വർഷം അത്രേ. അല്ലാതെ അയാളെ തൂക്കിക്കൊല്ലാനൊന്നും ആരും പോകുന്നില്ല. അങ്ങനെ ഒരു ചിന്ത അയാൾക്ക് ഉണ്ടാവണം. ശരിക്കും എനിക്ക് തോന്നുന്നു ഇതിനടുത്ത് നമ്മൾ ഒരു 2-3 കേസുകൾ ഇതുപോലെ കുട്ടികൾ 18 വയസ്സും 19 വയസ്സും പ്രായമുള്ള കുട്ടികൾ സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്ന ഒരു അവസ്ഥ വരെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോ അത്തരം ഒരു പ്രവൃത്തിയിലോട്ട് ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ നയിക്കണം എന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം നമ്മുടെ നിയമവ്യവസ്ഥയുമായിട്ട് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്ത് കൊലപാതകം ചെയ്താലും എന്ത് കുറ്റം ചെയ്താലും ഇത്രയേ ഉള്ളൂ, ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം, അതിൽ കൂടുതലൊന്നുമില്ല. എന്തിന് നമ്മൾ പലപ്പോഴും നമ്മൾ വരെ ചിന്തിക്കും, എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഏറിക്കഴിഞ്ഞാൽ എന്ത് അവര് ജയിലിലടയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ അവിടെ കിടക്കണം. എത്രയും സുഖ സൗകര്യങ്ങളോട് കൂടി വിപുലമായ ഭക്ഷണത്തോട് കൂടി നമ്മൾ സർക്കാർ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ എന്ത് പേടിക്കണം? എന്താ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു? നമ്മൾ മെലിഞ്ഞ് ഒരുമാതിരി ഇരിക്കുകയാണെങ്കിൽ ഒന്ന് ജയിലിൽ പോയി കിടന്നാൽ മതി, അതിനുശേഷം നല്ല തടിച്ചു കൊഴുത്തുന്ന വേറൊരു നല്ലൊരു രൂപത്തിൽ തിരിച്ചിറങ്ങി വരാം. ആ ഒരു ചിന്തയാണ് പല കുറ്റവാളികളെയും കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഒരു ഘടകങ്ങളിൽ ഒന്ന് ഇതാന്ന് തന്നെയാണ് നമുക്ക് പറയാം. ശരിക്കും അതെടുത്ത് പറയണം. അതെ, എന്താ ഇങ്ങനെയുള്ള പല കൊലപാതകങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സർക്കാർ തന്നെ നമ്മളെ സ്വീകരിച്ച് നമുക്ക് നല്ല ഭക്ഷണം തന്ന്, നമുക്ക് നല്ല സൗകര്യങ്ങൾ തന്ന്, എന്തിനു വരെ നമ്മുടെ ഹെയർ സ്റ്റൈൽ വരെ അവര് ശരിക്കും മാറ്റി തരും. നമ്മൾ അകത്ത് കയറിപ്പോയ ആൾക്കാരാവില്ല പിന്നീട് പുറത്ത് വരുന്നത്. നല്ല വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ പോയ മണവാളിന് അങ്ങനെയല്ലായിരുന്നു ഹെയർ സ്റ്റൈലൊക്കെ. ആളിപ്പോ നല്ലൊരു ആളായിട്ടുണ്ട് കേട്ടോ, മുടിയൊക്കെ കിട്ടിയപ്പോ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെയല്ല, ആദ്യമൊക്കെ നമ്മൾ ജയിലുകളിലെ ഭക്ഷണം എന്ന് പറയുന്നത് ഗോതമ്പ് മാത്രമായിരുന്നു. പക്ഷെ ഇത് അതിൽ നിന്ന് മാറി ഓരോ ദിവസം ഓരോ മെനു ആണ്. അതൊക്കെ അല്ലെങ്കിൽ ഇത്രയും ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ നമ്മള് സാധാരണ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മള് നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പോലും കിട്ടാത്ത ഭക്ഷണങ്ങളാണ് ഇവർക്കൊക്കെ കിട്ടുന്നത്. ഒരു കുറ്റം ചെയ്തിട്ട് മാരകമായ കുറ്റം ചെയ്തിട്ട് വരുന്നവർക്കാണ് ഇത്തരത്തിലൊരു ട്രീറ്റ് കൊടുക്കുന്നത്. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഗവൺമെന്റ് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കുറ്റം ചെയ്ത് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള എന്താ പറയാ പരിഗണനയാണ് അവർക്ക് കൊടുക്കേണ്ടത്. പിന്നെ ഒരിക്കലും ഒരാള് ജയിലിൽ പോവണം എന്നുള്ളത് ചിന്തിക്കരുത്. മാനസികപരമായിട്ടാണെങ്കിലും വേറെ എന്താണെങ്കിലും നമുക്ക് ഒരിക്കലും അവിടെ ഒരു അനുകൂലമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. അത് ചില ആൾക്കാർ മുതലെടുക്കും. ഇനിയിപ്പോ എന്താ ഈ നാട്ടിൽ നിൽക്കുന്നതും അവിടെ നിൽക്കുന്നതും ഒരുപോലെയല്ലേ? അതിനനുസരിച്ചിട്ടുള്ള ഒരു ചുറ്റുപാടായിരിക്കണം ജയിലുകളിൽ ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നത്. ഇപ്പൊ ഈ ചെന്താമരയെ പിടിക്കുകയാണെങ്കിൽ കൂടിയും അയാൾക്ക് നല്ല കടുത്ത ശിക്ഷ നൽകണം. അതുപോലെ തന്നെ ശിക്ഷ നൽകേണ്ടതാണ് ജോൾസിന്. ആ ജോൾസിന് ആരാണെന്ന് കണ്ടുപിടിച്ച് അയാൾക്കും ഇതുപോലെ ശിക്ഷ, കാരണം അയാൾ ഇതുപോലെ എത്ര പേരിലേക്ക് അത് ഇട്ടുകൊടുത്തിട്ടുണ്ടെന്ന് ആർക്കറിയാം? നമുക്ക് ആകെ ഒരു ചെന്താമരയെ മാത്രമേ അറിയുള്ളൂ. ഇദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നവരെല്ലാവരുടെ അടുത്ത് ഇതുപോലെയാണ് ഇയാൾ പെരുമാറുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് എത്ര കേസുകൾ നടന്നിരിക്കാം. ഇത്രയും എത്തിയില്ലെങ്കിലും കൊലപാതകത്തിലോട്ട് എത്തിയില്ലെങ്കിലും ആ ഒരു ചിന്ത മുളച്ച ഒരുപാട് പേരുണ്ടാവും. ചിലപ്പോ ഇനിയും അത് പ്ലാൻ ചെയ്യുന്നവരും ഇപ്പൊ അതുണ്ടാവും, നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നവരും ഉണ്ടാവും. അതിലിരയാവുക ഇതൊന്നും അറിയാത്ത ബന്ധമില്ലാത്ത ആൾക്കാരാവും ഇരയാവുക. അപ്പോഴായിരിക്കും നമ്മൾ അറിയാം അവിടെ ഒരു അന്ധവിശ്വാസത്തിന്റെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കും നമ്മുടെ കേരളത്തിൽ അന്ധവിശ്വാസം ഉണ്ടോ എന്നൊക്കെ. ഇതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ, ഇങ്ങനെ പൂജയും മന്ത്രവും ഒക്കെ ഓരോരുത്തരെ കൊലപ്പെടുത്തുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നരകത്തെ ബലി കൊടുക്കുന്നതൊക്കെ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ സംഭവിക്കുന്നത്. ഇപ്പോഴും ഈ കാലഘട്ടത്തിലും ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ ജാതകവും അതുപോലെ മന്ത്രവാദവും കൂടോത്രവും നമ്മൾ എത്ര അപ്ഗ്രേഡ് ആയെന്ന് പറഞ്ഞാലും ഇതിനൊന്നും ഒരു ചെറിയ ആൾക്കാര് ഒരു കൂട്ടം മതി അതിനെല്ലാം തകർക്കാൻ വേണ്ടിയിട്ട്. പഴയ ആ ഒരു ട്രഡീഷണൽ ആയാലും അല്ലെങ്കിൽ ആ ഈ അന്ധവിശ്വാസങ്ങളും അങ്ങനെ ഓരോന്നൊക്കെ ഫോളോ ചെയ്ത് പോകുന്ന കുറച്ചു പേര് മതി. നമ്മുടെ കേരളത്തിനെ തന്നെ അതിനെ നന്നായിട്ട് ബാധിക്കും. ഈ അപ്ഗ്രേഡേഷൻ എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ നെഗറ്റീവായിട്ട് അത് ബാധിക്കുക. മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളൊക്കെ നമ്മളൊക്കെ ഏത് തലമുറയാന്ന് ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധം. ഈ ദിവസം കുംഭമേളയില് ഒരു പരാമർശം ഉണ്ടായിരുന്നു. ഗംഗാജലത്തില് മുങ്ങി നിവർന്നാൽ നമ്മുടെ ദാരിദ്ര്യം മാറും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്നുള്ള ഒരു മോശം ചിന്താഗതി. അതിനെ BJP വിമർശിക്കുകയുണ്ടായി. ആ ഇതില് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ മതത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നത്? ഈ ഒരു കാലഘട്ടത്തില് എന്നാ പിന്നെ എല്ലാവർക്കും അവിടെ പോയി മുങ്ങി വന്നാൽ മതിയല്ലോ. അത്രയും പവിത്രമായ പുണ്യനദിയാണ്. അവിടെ ചെന്നാൽ നമുക്ക് മോക്ഷം കിട്ടും എന്നൊരു വിശ്വാസം വേണം. പക്ഷെ വിശ്വാസത്തിന്റെ അപ്പുറം അതിര് കടന്നാൽ അത് ബാക്കിയുള്ളവരെ എഫക്റ്റും ചെയ്യരുത്. നിങ്ങൾ അവരെയും കൊണ്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിന് ഒരു ഗുണവുമില്ല. ഇങ്ങനെയുള്ള പല ചിന്തകളും ഫോളോ ചെയ്തിട്ട് എന്താണ് നമുക്ക് ലഭിക്കുന്നത്? എന്ത് മാറ്റമാണ് നമുക്ക് കിട്ടുന്നത്? ഇനിയിപ്പം ഓരോരുത്തർക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അത് ഇഷ്ടമാണെങ്കിൽ ബാക്കി ഒരാൾക്കും അത് ദോഷകരമാകാത്ത രീതിയിൽ ചെയ്യുക എന്നതാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അല്ലാതെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് അവരെ കൊലപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വിശ്വാസം ചെയ്യുക എന്ന് പറയുന്നത് അതിക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു വിശ്വാസമല്ല, അതൊരു കൊലപാതകമാണ് അവിടെ നടക്കുന്നത്. അപ്പോ അതൊക്കെ മാറേണ്ട സമയമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. ഇനിയും ചെന്താമരയെ പോലുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവര് സ്വയം ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് ഈ കൊലപാതകമൊക്കെ നടത്തി കഴിഞ്ഞാൽ നല്ല സമ്പൽ സമൃദ്ധിയായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കിട്ടാൻ പോകുന്നത്. ജയിലിൽ കിടക്കാൻ പോവുക
ചെയ്യുന്നത്? ഇനി മുതൽ നിയമങ്ങളെല്ലാം മാറാൻ തുടങ്ങിയാണ്. ഗ്രീഷ്മയ്ക്ക് ഒരു വധശിക്ഷ കിട്ടി, അപ്പൊ നിങ്ങൾക്ക് ഇനി വധശിക്ഷയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ? വധശിക്ഷ കൂടുതലില്ല, പക്ഷെ ഉടനടി തന്നെ അതിനെതിരെയുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നടപടിയായിരിക്കും സ്വീകരിക്കുക. അതൊക്കെ മനസ്സിലാക്കുക. എല്ലാ കുറ്റങ്ങളും ഏതെങ്കിലും ഒരു കുറ്റമാണെങ്കിൽ എല്ലാം ഓരോന്നിനാണെങ്കിൽ എന്ത് തരം ശിക്ഷ കൊടുക്കണം എന്നുള്ളത് ഗവൺമെന്റ് എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ചിന്തിച്ച് കുറച്ചും കൂടെ കാര്യഗൗരവത്തോടു കൂടി ചെയ്തിരിക്കണം. കാരണം കുഞ്ഞു കുട്ടികളടക്കമാണ് നമ്മള് ഇങ്ങനെയുള്ള ഓരോ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടു സ്വന്തം മാതാവിനെ വരെ തലക്കടിച്ച് കൊന്നൊരവസ്ഥ. അപ്പൊ അങ്ങോട്ട് നമ്മുടെ കാലം മാറിപ്പോയിരിക്കുന്നു. നമ്മള് മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മുടെ നിയമങ്ങൾ മാറിയില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കേരള ജനത എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ ഇനി കൂടുതലേ വരുള്ളൂ, കുറവ് വരാൻ ചാൻസ് ഇല്ല. ഈ നിയമവ്യവസ്ഥയാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇതിൽ കൂടുതൽ നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അറിയുമ്പോൾ കൂടുതൽ കേസുകൾ കൂടുതല്ലാതെ കുറയില്ല. അത് ആദ്യം നമ്മൾ എന്താ പറയാ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതെ, ഈ ഗവൺമെന്റ് ആയാലും അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണെന്നാണല്ലേ. അതെന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ ജോത്സ്യന്മാരുടെ കാര്യമായാലും അതിലും ഒന്ന് ശ്രദ്ധിക്കണം. എന്തിനാണ് ഇത്രയും ജോത്സ്യന്മാരൊക്കെ? അതിന്റെ ഒന്നും ആവശ്യമില്ല. അതും ജോത്സ്യന്മാരും തിരഞ്ഞ ആൾക്കാർ പോവാതിരിക്കുക ഒന്നാമത്തെ കാര്യം. നിങ്ങൾക്ക് കാലം മാറിയിരുന്നു മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നോക്കുക. നമ്മളെ അറിയാത്ത ഒരാൾ വന്ന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഭാവിയെ കുറിച്ച് എങ്ങനെ പറയാ? അത് നമ്മൾ ജീവിച്ച് അങ്ങനെ പോകുന്നില്ല. നമ്മളാണ് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു ജോലിസിനും നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റില്ല. അതിന് ഏറ്റവും വലിയ തെളിവ് ഒരു ജോലിസിന്റെ ജീവിതം തന്നെ എടുത്ത് നോക്കിയാൽ മതി. അവരാരും ഇതൊന്നും നോക്കിയിട്ട് ആവില്ല ജീവിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇപ്പോഴേ എനിക്ക് ഓർമ്മ വന്നു, പണ്ടൊക്കെ ഈ ഹിന്ദുക്കളുടെ കല്യാണപ്രായം, പെൺകുട്ടികളുടെ കല്യാണപ്രായം 18 അപ്പൊ ജോത്സ്യമാര് പറഞ്ഞിട്ടുള്ളത് 18-ാം വയസ്സിൽ തന്നെ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു. ഈ ജാതകദോഷം എന്ന് പറഞ്ഞ സാധനം എടുത്തു പറയണം. അതുപോലെ തന്നെ ആ കാര്യം. അപ്പൊ 18-ാം വയസ്സിൽ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പെണ്ണ് ആരുടെ കൂടെ ഒളിച്ചോടിപ്പോ അത് നിങ്ങൾക്ക് വലിയ പ്രശ്നം. 18-ാം വയസ്സായിരുന്നു. പിന്നീട് നമ്മുടെ നിയമം മാറിയിട്ട് 21 വയസ്സെന്നായി. അപ്പോഴത്തേക്ക് ഇവരും പ്ലേറ്റ് മാറ്റി. 21-ാം വയസ്സിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പെണ്ണ് ഒളിച്ചോടിപ്പോ. എന്തായത് അതിനനുസരിച്ചിട്ട് മാറുവാണോ? നിങ്ങളുടെ ജാതകവും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മാറുകയാണോ? ഒരു ജാതകം നോക്കിയിട്ട് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം. അതെ, ഇതൊരിക്കലും അങ്ങനെയല്ല. അവര് നിയമത്തിന് പേടിക്കുന്നുണ്ട്. വേറൊരു കാര്യമുണ്ട്, ഈ ജാതകം നോക്കിയിട്ട് നമ്മൾ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ നമ്മുടെ ഈ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അപ്പൊ ഈ ജോത്സ്യന്മാർക്കൊന്നും പറയാനില്ല. അപ്പൊ ഇന്ന കാരണം കൊണ്ടാ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി കല്യാണം കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം കഴിക്കുന്ന ഭർത്താവ് മരിച്ചു പോകും. ഈ ജോത്സ്യന്മാര് പറയുന്നതനുസരിച്ച് തുള്ളുന്ന ഒരു പാവയായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. അത് പല സ്ഥലത്തും അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഗ്രീഷ്മയുടെ കാര്യത്തിലായാലും ആദ്യത്തെ ഹസ്ബൻഡ് മരിച്ചു പോകുന്ന ഒരു രീതിയിൽ ഒരു പരാമർശം അവളെ കേട്ടിട്ടുണ്ടായിരുന്നു. അതും അവളെ എഫക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ അത്തരത്തിലൊരു കൊലപാതകം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തയായത്. അതുപോലെ തന്നെയാണ് പല സ്ഥലങ്ങളും. അതുകൊണ്ടാണ് അവനെ വിവാഹം കഴിച്ചതും. അതെ, ആദ്യത്തെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സുഖജീവിതമായിരിക്കുന്നു. നല്ല സുഖജീവിതമായിരുന്നു. അതെ, ഇപ്പൊ നല്ല നമ്മൾ നേരിട്ട് കാണുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ കാലം മാറിയിരിക്കുന്നത് അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഇത്തരം അന്ധവിശ്വാസങ്ങളും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തരുടെ ജീവൻ നഷ്ടപ്പെടുക, അല്ല നമുക്കൊന്നും കിട്ടാനില്ല. നമ്മുടെ ജീവിതം നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത്, നമ്മൾ തന്നെയാണ് മുമ്പോട്ട് ജീവിക്കേണ്ടത്. അതിൽ പ്രശ്നങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ വരുന്നത് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്കാണ്. അത് ആദ്യം മനസ്സിലാക്കുക. തെറ്റുകൾ ഉണ്ടാവും, പക്ഷെ അതൊക്കെ തിരുത്തി മുമ്പോട്ട് ജീവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതെ, അല്ലെങ്കിൽ എന്താ പറയാ, ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. നമ്മളതിന് ഇരകളാവും എന്നതാണ്. നമ്മളതിൽ ഒന്നും പങ്കാളികളായില്ലെങ്കിൽ നമ്മൾ ഇരകളാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോഴും നമ്മൾ ഈ അന്ധവിശ്വാസം കൂടോത്രം എന്നൊക്കെ പറഞ്ഞ് പോകേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയുള്ളവരെ നമ്മൾ എത്തരത്തിലും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണം. അങ്ങനെയുള്ള ജോത്സ്യന്മാരുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരികയും അവരുടെ കപടമായിട്ടുള്ള ജോത്സ്യത്തിനെ എല്ലാം നമ്മൾ ചോദ്യം ചെയ്യണം. ഈ ശാസ്ത്രം എന്ന് പറഞ്ഞ ജോത്സ്യം എന്ന് പറയുന്നത് അവരുടെ മറവിയിലും കപട ജോത്സ്യന്മാർ എത്രയോ ഉണ്ട്. അതിലൊരെണ്ണാണ് ഇപ്പൊ ഇത്. ചിലതൊക്കെ നല്ലവരുമുണ്ട്. നല്ലവരെന്ന് വെച്ചാൽ അത് പഠിച്ച് അതിന്റെ വശങ്ങളെല്ലാം അറിഞ്ഞ് അതിനെ കുറിച്ച് പറയുന്നവരും ഉണ്ട്. അതെ, അപ്പോ കപടത നിറഞ്ഞ് അല്ലെങ്കിൽ ആൾക്കാരെ എങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് പൈസ എങ്ങനെ തട്ടിയെടുക്കാം എന്ന് വിചാരിച്ച് മാത്രം നിൽക്കുന്ന കുറച്ച് പേരും ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ചെന്താമരയുടെ കേസ് എടുക്കുമ്പോ അദ്ദേഹം എത്ര പണം ഇതിനു വേണ്ടി ചെലവഴിക്കാനും തയ്യാറായിരുന്നു, എത്ര പൂജ ചെയ്യാനും, എത്ര ജോലി ചെയ്യുന്ന പൈസ മുഴുവൻ അവിടെ കൊണ്ട് കളയുക. അവരുടെ അമ്മാവനും അമ്മായിയും പറയുന്നുണ്ട്, ഈ ചെന്താമരയുടെ അമ്മാവനും അമ്മായിയും എടുത്ത് പറയുന്നുണ്ട്, ഇവന് ജോലിക്ക് പോകുന്നത് ഈ പൈസ
ുന്നതും ഭാര്യയുടെ സ്വർണം വരെ വിൽക്കാനുള്ളൊരു ഇതിലോട്ട് പോകുന്നതും ഈ മന്ത്രവാദത്തിനും അല്ലെങ്കിൽ ഈ പൂജകൾക്കും കർമ്മങ്ങൾക്കും അമ്പല ദർശനങ്ങൾക്കും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം കൂടുതലായിട്ട് പണം ചെലവഴിച്ചിട്ടുള്ളത്. ശരിക്കും അവരുടെ ആ ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെ ആ ഒരു വേർപിരിയലിനും അവരുടെ ഒരു അടി ഉണ്ടാവാനുള്ള സാഹചര്യം അത് തന്നെയായിരുന്നു. പൈസ മുഴുവൻ ഇങ്ങനെ അന്ധവിശ്വാസത്തിനായിട്ട് നൽകുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇയാളുടെ ഒരു സ്വഭാവം സൈക്കോ പോലെയുള്ള ഒരു സ്വഭാവം കൊണ്ടുകൂടിയാണ് അവരെ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇയാളിൽ നിന്ന് എന്ന് പറയുന്നത്. അതെ, അതെന്തായാലും നന്നായി. അവരെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. പക്ഷെ അതിന് മറ്റൊരു കുടുംബം ബലിയാടാക്കേണ്ടി വന്നു അല്ലേ? കൊലപാതകം. ഇനിയും അയാളുടെ പക തീർന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇപ്പോഴും ഭീഷണിപ്പെടുത്തിയവരിൽ പലരും ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. കാരണം മുടി നീട്ടി വളർത്തിയ സ്ത്രീകളായതുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാ പറയുന്നത്. കാരണം നിങ്ങൾ കൂടോത്രം ചെയ്താണ് എന്റെ ഭാര്യ പോയെന്നും പറഞ്ഞിട്ട്. എന്ത് വിശ്വാസമാണല്ലേ ഇത്? ഇപ്പോഴും ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്നവരുണ്ടല്ലോ എന്നറിയുമ്പോൾ. അതെ. അപ്പോൾ ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു എന്താ പറയുക കേസുകൾ നമ്മൾ കാണാതിരിക്കട്ടെ. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ ആവാം, പക്ഷെ അതിൽ അതിര് കവിഞ്ഞുള്ള വിശ്വാസങ്ങൾക്കും അതുപോലെ ജ്യോത്സ്യം പറയുന്ന മുഴുവൻ എടുത്ത് വിഴുങ്ങാണ്ട് വേണ്ടത് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവട്ടെ. അല്ലാതെ ഈ ജ്യോത്സ്യന്മാര് പറയുന്ന പോലെ അല്ല നമ്മുടെ ജീവിതം ഒരിക്കലും പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകം എന്നേ നന്നായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും വിശ്വാസങ്ങളൊക്കെ ആവാം, പക്ഷെ അമിതമാവാതെ നോക്കിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കിയാൽ മതി ജ്യോത്സ്യന്മാരുടെ ജീവിതം എങ്ങനെയാണെന്നൊന്ന് നോക്കിയാൽ മതി. അവർക്ക് തന്നെ പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അവരുടെ ജീവിതം എങ്ങനെ പോകുന്നതെന്ന്. അപ്പോഴാ ബാക്കിയുള്ളവരുടെ പ്രഡിക്ട് ചെയ്യാൻ വരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള കപടതയെ തിരിച്ചറിയാനുള്ള ഒരു സമൂഹം ഉണ്ടാവട്ടെ. അല്ലാതെ എല്ലാം വിശ്വസിച്ച് അങ്ങനെ അങ്ങ് അവർക്ക് പൈസ എല്ലാം കൊടുത്ത് അങ്ങനെ പോവരുത് ഒരിക്കലും. വൈരാഗ്യങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മൾ നല്ലൊരു ജീവിതം മുമ്പോട്ട് എല്ലാവരും ജീവിക്കട്ടെ. അല്ലാതെ ഈ അങ്ങനെയുള്ള ഓരോ മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളൊന്നും ചെയ്തിട്ട് നമുക്കൊന്നും കിട്ടാനില്ല, ഒരു പരിഹാരവും ലഭിക്കാനില്ല. നഷ്ടപ്പെട്ടവര് നഷ്ടപ്പെട്ടത് തന്നെ, വേർപ്പെട്ടവര് വേർപ്പെട്ടു പോയി. തിരിച്ചെടുക്കാൻ കഴിയില്ല. ഒരു ജീവൻ നഷ്ടമായാൽ അത് ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാനോ ആ ഒരു ജീവന്റെ വില നിശ്ചയിക്കാനോ നമുക്ക് പറ്റില്ല. ആ കുട്ടികൾ അനുഭവിക്കുന്ന വേദന നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാനും നമുക്ക് പറ്റില്ല. തീർച്ചയായിട്ടും അത് കാണുമ്പോൾ നമുക്ക് അത്രയും സങ്കടം തോന്നുന്ന ഒരു കാഴ്ചയായിരുന്നു. എന്തായാലും സജിതയുടെ ഭർത്താവായ സുധാകരനും സുധാകരന്റെ അമ്മയായ ലക്ഷ്മിയുമായിരുന്നു ഇപ്പോ മരണപ്പെട്ടത്. സജിത മുന്നേ 2019 മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ കുടുംബത്തിന് ത്രാണി എന്ന് പറയാം, അല്ലെങ്കിൽ കുടുംബത്തിന് ഒരു ആശ്രയത്വം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ കുടുംബത്തിന്റെ വേദനയിൽ ഞങ്ങളും പങ്കുചേരുന്നു. അദ്ദേഹത്തിന് ചെന്താമരയെ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടാൻ പോലീസിന് കഴിയട്ടെ അല്ലേ? നമ്മുടെ 2 ദിവസം മുമ്പ് കോട്ടയം ജില്ലയില് കുട്ടി ഗുണ്ടാ സംഘം എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിനകത്ത് എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം ഇതുപോലെ തന്നെയാണ് സൈക്കോ പോലെ ബിഹേവ് ചെയ്യുന്ന കുറച്ച് കുട്ടികൾ, അവരെ പേടിച്ച് കഴിയുന്ന ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു പ്രദേശം. ഇതും ഇതുപോലെ തന്നെയാണ്. ഇനി എന്തെങ്കിലും ഒരു കേസ് ഇതുപോലെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെയും പോലീസ് അനാസ്ഥയാണ് കാണിക്കുന്നത്. കോട്ടയം ജില്ലയിൽ ആ കുട്ടികൾക്ക് നേരെ ഒരു കേസ് എടുക്കാനോ അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് നേരെ ഒരു പരാതി കൊടുക്കാനോ ആരും നിൽക്കുന്നില്ല, ധൈര്യപ്പെടുന്നില്ല. അതൊക്കെ നമ്മളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാരണം നമ്മളെ സംരക്ഷിക്കേണ്ട പോലീസും അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കേണ്ട ഭരണകൂടവും ഇങ്ങനെ മൗനമായിട്ട് കൈകെട്ടിയിരിക്കുമ്പോൾ അത് നമ്മളെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. നമ്മൾ ആരോടാണ് പിന്നെ ഇതിന് ഒരു ഉത്തരം ചോദിക്കേണ്ടത്? അല്ലെങ്കിൽ നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത്? നിയമം കയ്യിലെടുക്കാൻ ഒരാൾക്കും അധികാരമില്ല. പക്ഷെ ആ നിയമം കയ്യിലെടുക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥർ തന്നെ മൗനം പാലിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ നിയമം കയ്യിലെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അതാണ്. എന്തായാലും ചെന്താമര എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിയട്ടെ അല്ലെ? തക്കതായിട്ടുള്ള ഇതിലും കഠിനമായിട്ടുള്ള ഈ 5 വർഷമൊന്നും 6 വർഷമൊന്നും അങ്ങനെയൊന്നും കൊടുക്കാതെ നല്ലൊരു ശിക്ഷ അനുവദിക്കാൻ പാടില്ല. ആ ഒരു കുടുംബത്തിന് നീതിപൂർണമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെ ലഭിക്കട്ടെ. ഇത്തരം മനോവൈകല്യമുള്ള ഇത്തരം മനോഭാവമുള്ള ആൾക്കാർക്കൊന്നും ശരിക്ക് പരോളൊന്നും ലഭിക്കാതെ അവരുടെ മാനസിക നില അതെല്ലാം പരിഗണിച്ചിട്ട് അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്ത് നീതി ലഭിക്കട്ടെ ആ കുടുംബത്തിന്. അപ്പൊ എന്തായാലും ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു ദിവസം പുതിയൊരു വിഷയവുമായി വീണ്ടും വരുന്നത് വരെ ബൈ.